ഇപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ്. ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ലെറ്റർ ടു ദ കൾച്ചറൽ മിലിയു ഓഫ് 6th century അറേബ്യ. അവിടെയുള്ള നന്മയും തിന്മയും മോശമായിട്ടുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളെല്ലാം മതത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അത് മതത്തിൽ മാത്രമല്ല, കൃഷിയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്, മത്സ്യബന്ധനത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്, കലയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നമ്മുടെ മൂല്യങ്ങൾ എങ്ങും പോവില്ല. നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മൂല്യങ്ങൾ ഉണ്ടാവും. ആ രീതിയിൽ മതങ്ങളിലെ സംസ്കാരമുണ്ട്. മതം ഒരുപാട് സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സുന്നത്ത് കല്യാണം ഗോത്രവർഗ ആചാരമാണ്, മതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ അൾട്രൂയിസം, കിങ് അൾട്രൂയിസം മതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മതം മൊത്തത്തിൽ ഒരു ഓരുവലയാണ്, അതിൽ നല്ലതും ചീത്തയും ഉണ്ടാവും. പക്ഷെ വിഷയം എന്താണ്? മതങ്ങള് ഇത്തരം മൂല്യങ്ങൾ, ഇത്തരം ധർമ്മശാസ്ത്രങ്ങൾ കാലാനുസൃതമായിട്ട് മാറുന്നതിനെ തടയുന്നു. ഒരു കാലത്ത് പ്രസക്തി ഉണ്ടായിരുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും നിലനിൽക്കണമെന്നുള്ള ശാഠ്യമാണ് മതത്തെ ഏറ്റവും വലിയ പ്രതിലോമകാരിയാക്കി മാറ്റുന്നത്. നമ്മൾ കാലാന്തരമായിട്ട് മാറേണ്ടതുണ്ട്. മതമാണ് ഏറ്റവും വലിയ തടസ്സം. അക്കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ, മതം അക്കാര്യത്തിൽ ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത്രയും ആശ്വാസമുണ്ട്. ഇനി മതഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും വളരെ അട്രോഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞു കൊല്ലാനും നിങ്ങളോട് തർക്കിക്കുന്ന മകനെ കൊല്ലാനും ഒക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പഴയ നിയമത്തിൽ. സബാത്ത് ദിവസം ജോലി എടുക്കുന്ന ആളെ കൊല്ലാൻ ബൈബിളിനകത്തുണ്ട്. ഞാൻ ബൈബിൾ മാത്രം പറയുന്നതുകൊണ്ട് വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ കൂടുതൽ ചക്കര ഉണ്ടെന്ന് അർത്ഥമില്ല. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ 20 മിനിറ്റുള്ളിൽ പറയാൻ പറ്റും. അങ്ങനെ ഒരു നിങ്ങൾ ബൈബിളിലെ മാത്രം പറയുന്നില്ല, അങ്ങനെയല്ല, ഒരെണ്ണം എടുത്തേ ഉള്ളൂ. പക്ഷെ ഇത്തരം നിയമങ്ങൾ ലഘൂകരിച്ചും നേർപ്പിച്ചുമാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ, യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്നല്ല നമ്മൾ, യഥാർത്ഥ ക്രിസ്ത്യാനി വന്നു കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു. ഇപ്പോഴുള്ള മതവിശ്വാസികൾ ഇതൊക്കെ നേർപ്പിച്ചും പ്രായോഗികവൽക്കരിച്ചുമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ടാണ് ലോകത്തിന് വലിയ, ഉദാഹരണമായിട്ട് മുസ്ലിമിന്റെ ഒക്കെ പറയുന്ന ഫോട്ടോ എടുക്കാൻ പാടില്ല. അവനെങ്ങനെ വിദേശത്ത് പോകും? ഫോട്ടോ എടുക്കാൻ പാടില്ല, ചിത്രം വരയ്ക്കാൻ പാടില്ല, ജീവനുള്ള ഒന്നിന്റെയും പടം വരയ്ക്കാൻ പാടില്ല എന്നുള്ള ശാസനം അവൻ പാലിക്കുകയാണെങ്കിൽ അവന് ഗൾഫിൽ പോയി പണം വരാൻ പറ്റുമോ? അപ്പൊ എന്താണ്? നേർപ്പിക്കുക, പ്രായോഗികവൽക്കരിക്കുക. ഇവിടെ എന്താ ചെയ്യുന്നത്? വ്യാഖ്യാന ഫാക്ടറി എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ തുടങ്ങി വെക്കുക. അതായത് മതത്തിലെ വരികളെ എടുത്ത് കുളിപ്പിക്കുക, ഡിറ്റർജന്റ് അടിച്ചു നീക്കുക. ഇപ്പൊ ശിവനും പാർവതിയും ശിവനും വിഷ്ണുവും ചേർന്ന് അയ്യപ്പൻ ഉണ്ടായത് അങ്ങനെ വെറും കഥയൊന്നുമല്ല കേട്ടോ. സദസ്യർക്കുള്ള ചോദ്യങ്ങൾ പിന്നീട് ഇത് ഇന്ററപ്റ്റ് ചെയ്യരുത് പ്ലീസ്. അത് കഥയല്ല. അതായത് ഇനി ഉദാഹരണമായിട്ട് നിങ്ങൾ പറയാം, അയൽക്കാരനെ സ്നേഹിക്കുക. അതിനകത്ത് സിംബോളിസം വല്ലതും ഉണ്ടോ? അതിനകത്ത് സിംബോളിസം ഇല്ല, അത് നേരെ എടുത്തു. അതിനകത്ത് സിംബോളിസം ഒന്നുമില്ല. മനുഷ്യന്റെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളിൽ സിംബോളിസം ഇല്ല. മനുഷ്യന്റെ യുക്തിക്ക് വളരെ മാലിന്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സിംബോളിസം വെച്ച് വളച്ചൊടിച്ച വ്യാഖ്യാന ഫാക്ടറി. ഇത് മതത്തിന്റെ നിരന്തരമായിട്ടുള്ള കാപട്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. ഇനി രാവണന്റെ